എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ ഞാനൊരു ലോങ് വീഡിയോ ആയിട്ട് വന്നിട്ടുണ്ട്. മാവേലി വരുന്നത് പോലെ ഇപ്പോൾ എപ്പോഴെങ്കിലുമാണ് ലോങ് വീഡിയോസ് ഒക്കെ ചെയ്യുന്നത് കേട്ടോ. ഇന്ന് ഞങ്ങൾ ഫാമിലി ആയിട്ടൊന്ന് പുറത്തേക്ക് ഇറങ്ങിയതാണ്. അപ്പോൾ ഒരു ചൂടത്തുള്ള യാത്ര ആയതുകൊണ്ട് ഞങ്ങൾ 2 ബോട്ടിൽ വെള്ളമൊക്കെ കരുതിയിട്ടുണ്ട്. മക്കൾക്കുള്ള ഫുഡ് കൂടി കരുതിയിട്ടുണ്ട്. ഫുഡ് കഴിക്കേണ്ട സമയത്താണ് ഞങ്ങൾ പോകുന്നത്. വേറെ എങ്ങോട്ടുമല്ല, ബഹ്റൈനിലുള്ള അല്ലരീൻ പാർക്കിലേക്കാണ്. നാട്ടിലോട്ട് തിരിച്ചു വരുന്നതിന് മുന്നേ ബഹ്റൈനിൽ അത്യാവശ്യം കാണാനുള്ളതൊക്കെ ഒന്ന് കവർ ചെയ്യാമെന്ന് കരുതി. ഞാനിവിടെ രണ്ടാമത്തെ തവണയാണ് പോകുന്നത്. പക്ഷെ മക്കളെയും കൂട്ടിയിട്ട് ഇത് ഫസ്റ്റ് ടൈമാണ് പോകുന്നത്. ഇപ്പം സമയം ഏകദേശം 2 മണിയായിട്ടുണ്ട്. അത്യാവശ്യം നല്ല വെയിൽ തന്നെയാണ്, കരിഞ്ഞു പോകേണ്ട വെയിൽ തന്നെയാണ്. എൻ്റെ ഷോർട്സ് കണ്ടവർക്ക് ഏകദേശം മനസ്സിലാവും. ഞങ്ങൾ അവിടെ പോയപ്പോൾ ഞങ്ങൾ ഇറങ്ങാൻ നേരത്ത് ഒരു ഫാമിലി വന്നിട്ടുണ്ടായിരുന്നു. അല്ലാതെ ഞങ്ങൾ മാത്രമേ അവിടെ ഉണ്ടായിട്ടുള്ളൂ കേട്ടോ. മുന്നേ ഞാൻ വന്ന സമയത്ത് അത്യാവശ്യം നല്ല തിരക്കുണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ എന്താണെന്നറിയില്ല, ചൂടായതുകൊണ്ടാണെന്ന് തോന്നുന്നു ഇപ്പോൾ ആൾക്കാരൊന്നും ഉണ്ടായില്ല കേട്ടോ. അവിടെ എൻട്രി ടിക്കറ്റ് ആയിട്ട് ഞങ്ങൾക്ക് 6 BD ആണ് ആയിട്ടുണ്ടായിരുന്നത്. പക്ഷേ 6 BDക്ക് കാണാനും മാത്രം അവിടെ ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം മൃഗങ്ങളൊക്കെ ഇപ്പോൾ വളരെ കുറവാണേ. പൊരിയുന്ന വെയിലത്ത് വട്ടന്മാർ. മുന്നേ ഞാൻ വന്ന സമയത്ത് ഒരുപാട് മൃഗങ്ങളുണ്ടായി. എൻ്റെ ചേച്ചി വന്നിട്ടുണ്ടായിരുന്നു. ആ സമയത്ത് അവളെയും കൊണ്ട് ഞങ്ങളവിടെ പോയിട്ടുണ്ടായിരുന്നു. ആ സമയത്ത് ഒരുപാട് മൃഗങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പോൾ കൊറോണ ടൈം അതിനൊക്കെ ദുബായിലോട്ട് മാറ്റി എന്നാണ് അവർ പറഞ്ഞിട്ടുണ്ടായത്. പിന്നെ ഇത് ഒരുപാട് ഈത്തപ്പഴം ഉണ്ടായിട്ടുണ്ട്. കുറേ തറയിലൊക്കെ വീണിട്ടുണ്ട്. അപ്പിട്ടോലു ഡക്കും പ്രാവും, ഒരു സൈഡിൽ പ്രാവൊക്കെ ഉണ്ട്. പിന്നെ ഞങ്ങളിതാ പോവാൻ നേരത്താണ് കണ്ടത്, ഇതിൻ്റെ അടിയിൽ ആമയും ഉണ്ടായിരുന്നു കേട്ടോ. ആമ ഇതാ ഒരുപാടുണ്ട്. ആൻലിയാണ് കണ്ടിട്ടുണ്ടായത് കേട്ടോ. അങ്ങോട്ടും ഇങ്ങോട്ടും നീന്തുന്നുണ്ട്. ഈ സൈഡിലോട്ട് വരുന്ന ഇതാ, ഈ സൈഡിലോട്ട് വരുന്ന കണ്ടാ, അതാ അതാ ഞങ്ങൾ ഏകദേശം 1 മണിക്കൂറോളം അവിടെ ചുറ്റി നടന്നിട്ടുണ്ടാവും. ആ സമയം തന്നെ നമുക്ക് നന്നായിട്ട് എന്താ പറയുക, തലവേദനയാണോ എവിടെയെങ്കിലും ഒരു തണൽ കിട്ടിയിട്ടാകുമ്പോൾ എങ്ങനെയെങ്കിലും ഒന്ന് കയറിയിരിക്കുക എന്നുള്ളൊരു അവസ്ഥയിൽ എത്തിയിട്ടുണ്ടായിരുന്നു. പക്ഷേങ്കിൽ അവിടെ നിൽക്കുന്ന ഓരോ മൃഗങ്ങളെ അവസ്ഥ അപ്പോഴാണ് ശരിക്കും മനസ്സിലാവുന്നത്. അമ്മാതിരി ചൂടായിരുന്നു പുറത്ത്. പിന്നെ ഇത് അവിടെ ഒരുപാട് മാനുണ്ടായിരുന്നു കേട്ടോ. അതൊക്കെ അച്ചു ഇതെന്തൊക്കെയോ മാനിനോട് സംസാരിക്കുന്നൊക്കെ ഉണ്ട്. കടിക്കൂ. പിന്നെ ഇത് ഞങ്ങൾ നടന്നു വരുന്ന സമയത്ത് സൈഡിലായിട്ട് കഴുതകളുണ്ടായിരുന്നു ഒരുപാട് കേട്ടോ. അപ്പം ഞങ്ങൾ അതിന്ന് ഒന്ന് നമ്മളെ അടുത്തോട്ട് വരുന്നുണ്ടായിരുന്നു. പിന്നെ ചൂട് കൊണ്ട് അവിടെ നിന്ന് നിൽക്കാൻ പറ്റാത്ത അവസ്ഥയായിരുന്നു. പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് പെട്ടെന്ന് തന്നെ മാറി നടന്നിട്ടുണ്ടായിന്. പിന്നെ ഇത് ആടുണ്ട്. ആടിനെയൊക്കെ ഇതൊക്കെ കണ്ടപ്പോൾ ആലി പറയുന്നത് ഇത് നമ്മുടെ നാട്ടിൽ കാണുന്നതല്ലേ. നടക്കുന്നതിനനുസരിച്ച് വെയിലിൻ്റെ ചൂടും നന്നായിട്ട് കൂടുന്നുണ്ട്. പിന്നെ ഞങ്ങൾ അധിക സമയം ചുറ്റിക്കറങ്ങണമെന്നില്ല. പെട്ടെന്ന് തന്നെ ഞങ്ങൾ എങ്ങനെയെങ്കിലും ഒരു തണൽ പിടിക്കാമെന്നുള്ള അവസ്ഥയിലായിട്ടുണ്ട് കേട്ടോ. വെയിലിൻ്റെ ചൂട് സഹിക്കാൻ പറ്റാത്ത അവസ്ഥയായപ്പോൾ പിന്നെ ഞങ്ങളുടെ എല്ലാം ഒന്ന് ഓടിക്കാണലായിട്ട് മക്കൾ രണ്ടും മുന്നിൽ നടക്കുന്നുണ്ട്. ആ സമയത്ത് ഞാൻ ലിജിയേട്ടൻ ഇതുപോലെ കുറച്ച് നേരം കൈ പിടിച്ചാണ് കേട്ടോ. ഇനിയിപ്പോൾ തിരിച്ച് വന്നു കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് ഇതുപോലെ ഒന്നും നടക്കാനായിട്ട് പറ്റുള്ളൂ. പിന്നെ നമ്മൾ നടന്നു പോകുന്ന ഭാഗത്ത്, ചെറിയ ഭാഗത്ത് ഇതുപോലെ മരങ്ങളൊക്കെ നല്ല ഭംഗിയായിട്ട് നട്ടുപിടിപ്പിച്ചിട്ടുണ്ട്. 2 സൈഡിലും ഫോട്ടോസൊക്കെ എടുക്കാൻ പറ്റുന്ന രീതിയിൽ. അവിടെ നിന്ന് എൻ്റെയും ലിജിയേട്ടൻ്റെ ഒരു ഫോട്ടോ ആലിക്കുട്ടി എടുത്താന്ന് വെച്ചിട്ടുണ്ടായിന്. പിന്നെ ഞങ്ങൾ പോകുന്ന വഴിക്ക് ഇതുപോലെ ഈത്തപ്പഴം ഉണ്ടായിട്ടുണ്ട്. നടന്ന് ഏകദേശം പകുതിയായപ്പോൾ കച്ചുവിൻ്റെ മുഖിത നന്നായിട്ട് ചോന്ന് വന്നിട്ടുണ്ട് കേട്ടോ. പിന്നെ ഞാനെന്താ സൈഡിലൂടെ തണൽ വഴി നടക്കലായിട്ടുണ്ട്. പിന്നെ ഇതുപോലെ മരം നല്ല വൃത്തിയായിട്ട് വെട്ടി നിർത്തിയിട്ടുണ്ട് കേട്ടോ. അവിടെ പോയിട്ട് എനിക്ക് കണ്ടതിൽ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത് ഈ ഒരു ഭാഗമാണ്. നല്ല ഭംഗിയുള്ള എന്താ പറയുക, സീനറിയിലൊക്കെ കാണുന്ന ആ ഒരു രീതിയിൽ അവർ സെറ്റ് ചെയ്തിട്ടുണ്ട്. അവിടെ എത്തിയപ്പോൾ ആൻലിൻ്റെയും കച്ചുവിൻ്റെയും രൂപമൊക്കെ മാറിയിട്ടുണ്ടായിരുന്നു. രണ്ടാളും വെള്ളത്തിൽ ഇറങ്ങണം എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു കേട്ടോ. പിന്നെ താറാവിത നീന്തിയിട്ട് പോകുന്നുണ്ട്.
ചെറിയ രീതിയിലൊരു തണൽ കിട്ടുമ്പോൾ ഭയങ്കര ആശ്വാസമുള്ളത് പോലെ ഉണ്ട്. അയ്യോ, നാട്ടിലെ വെയിലിനെ അപേക്ഷിച്ച് അവിടുത്തെ വെയിൽ ഇത്തിരി സഹിക്കാൻ പറ്റാത്തതാണ്. ഇപ്പം നാട്ടിലും അത് ആ രീതിയിലായി വരുന്നുണ്ട്. പിന്നെ എന്താ മക്കൾ രണ്ട് അവിടെ നിന്ന് കളിയായിരുന്നു. പിന്നെ ഞങ്ങളത് കുറച്ച് നേരം അവിടെ ഇരുന്നിട്ടുണ്ട്. പിന്നെ കുറച്ചൊന്ന് റെഡിയായി എന്ന് കണ്ടപ്പോൾ ഞങ്ങൾ പിന്നെയും നടക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഇതൊക്കെ നടന്ന് കാണാനായിട്ട് ശരിക്കും തണുപ്പുള്ള സമയത്തൊക്കെ വരണം കേട്ടോ. അങ്ങനെയാണെങ്കിൽ കുറച്ചുകൂടി നല്ല രീതിക്ക് നമുക്ക് ആസ്വദിച്ച് കാണാനൊക്കെ പറ്റും. ഇപ്പോൾ ഈ ചൂടത്ത് ഞങ്ങൾ വന്നിട്ട് ശരിക്കും പറഞ്ഞാൽ ചൂട് സഹിക്കാനും പറ്റുന്നില്ല. എല്ലാവരും ഓടിക്കാണൽ പോലെ ആയിട്ടുണ്ട്. Wow, it's nice. It's nice. ഇവിടെ 5BD കൊടുത്തു കഴിഞ്ഞാൽ ഈ ഒരു വണ്ടിയിൽ നമ്മുടെ എല്ലാ സ്ഥലങ്ങളും ചുറ്റിക്കാണിക്കും കേട്ടോ. പിന്നെ ഞങ്ങളിത് തീരെ വയ്യാണ്ടായപ്പോൾ ഈ വണ്ടിയിലാണ് പോയിട്ടുണ്ടായിരുന്നത്. ഇനി പിന്നെ കുറച്ച് ഭാഗങ്ങൾ കച്ചിത നടത്താൻ മതിയാക്കി ഓടി വരുന്നുണ്ട് വയ്യാണ്ടായി എന്ന് പറഞ്ഞിട്ട്. വെയിലത്തുള്ള നടത്താൻ മതിയായപ്പോൾ കച്ചിത ഓടി എനിക്ക് വയ്യാണ്ടായി എന്ന് പറഞ്ഞിട്ട് വന്നിട്ടുണ്ടായിരുന്നു. കച്ചുവിൻ്റെ മുഖം വീഡിയോസിൽ തന്നെ കണ്ടാൽ മനസ്സിലാകും മാതിരി ചോന്ന് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇനി അങ്ങോട്ട് പോകുന്ന വഴിക്കൊക്കെ പക്ഷികളെ ഏരിയ ആണെന്നുള്ളത് കേട്ടോ. പിന്നെ ഞങ്ങൾ പോകുന്ന സൈഡിൽ ഈ ഒരു പക്ഷി ഉണ്ടായിരുന്നു ഞങ്ങൾ വരുന്ന സമയത്ത് കണ്ടത്. അതിൻ്റെ തലയിലെ ആ ഒരു ഇത് കണ്ടപ്പോൾ എനിക്കതൊരു ചെടീൻ്റെ ഇത് ഓർമ്മ വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ അധികം ലേറ്റ് ആവാണ്ട് തന്നെ ആ വണ്ടിയിലോട്ട് കയറി ഇരുന്നിട്ടുണ്ടായിന്. അതിൻ്റെ അകത്ത് പോകാൻ കുറച്ചുകൂടി സമാധാനം ഉണ്ടായിരുന്നു കേട്ടോ. ഒരു കാറ്റൊക്കെ കൊള്ളുന്ന സമയത്ത്. പിന്നെ ഇവിടുത്തെ എൻട്രൻസിൻ്റെ സൈഡിലായിട്ട് ഇതുപോലെ ഒരുപാട് സാധനങ്ങൾ കുട്ടികൾക്കുള്ള ടോയ്സും പിന്നെ ഒരുപാട് ക്യാപ്പൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ. ഇതൊക്കെ സെയിൽ ചെയ്യാനായിട്ട് വെച്ചിട്ടുള്ളതാണ്. ഇത് അതിൻ്റെ സൈഡിലായിട്ട് നേരത്തെ നമ്മൾ പോകുമ്പോൾ കണ്ടിട്ടുണ്ടായ വെള്ള കളറുള്ള മയിൽ അവിടെ ഉണ്ടായിരുന്നു. പിന്നെ ഞാനിത് അതിൻ്റെ സൂചിറ്റൊക്കെ എടുത്തിട്ടുണ്ട് കേട്ടോ. കാരണം കറങ്ങി ഞങ്ങളിത് പുറത്തേക്ക് എത്തിയിട്ടുണ്ട്. പുറത്തേക്ക് എത്തിയതിന് എങ്ങനെയെങ്കിലും ഒന്ന് വണ്ടി കയറി ഇരുന്നാൽ മതി. ചൂടത്തും ഇവിടെയുള്ള ചെടികളൊക്കെ എങ്ങനെ ഇവർ മെയിൻറ്റെയിൻ ചെയ്യുന്നതെന്ന് അറിയില്ല കേട്ടോ. ഓരോ നല്ല ഭംഗിയായിട്ട് ഇവർ കൊണ്ട് നടക്കുന്നുണ്ട്. കറക്കങ്ങളൊക്കെ കഴിഞ്ഞ് നമ്മളിതാ വണ്ടിയിലോട്ട് കയറിയിട്ടുണ്ട്. വണ്ടിയിൽ നല്ല ചൂട് തന്നെയാണ്. ഞങ്ങൾ ഫുഡ് കഴിക്കേണ്ട സമയത്താണ് അങ്ങോട്ട് പോയിട്ടുണ്ടായിരുന്നത്. ഞാനൊരു മന്തി പ്രേമി ആയതുകൊണ്ട് തന്നെ ലിജിയേട്ടൻ എന്നെയും കൂട്ടിയിട്ട് ഇത് റൊമാൻസിയിലെ മന്തി കഴിക്കാനാണ് ഞങ്ങൾ വന്നിട്ടുള്ളത്. ആദ്യം തന്നെ ഞങ്ങൾ പോയത് ജ്യൂസ് വാങ്ങിക്കാനാണ് കേട്ടോ. അവിടെ ജ്യൂസൊന്നും കിട്ടില്ല എന്ന് പറഞ്ഞുകൊണ്ട് മക്കൾക്ക് ജ്യൂസും പിന്നെ ഞങ്ങൾക്ക് കുടിക്കാനുള്ള വെള്ളവും വാങ്ങിച്ചിട്ടുണ്ട്. ആലിത സ്ട്രോബെറി ജ്യൂസാണ് വാങ്ങിച്ചിട്ടുള്ളത്. രണ്ടുപേർക്കും പിന്നെ സെയിം ആണ് വാങ്ങിച്ചിട്ടുള്ളത്. ഇല്ലെങ്കിൽ അവിടെ എത്തിക്കഴിഞ്ഞാൽ പിന്നെ രണ്ടും കൂടി കുസ്തി കൊടുത്തായിരിക്കും. അധിക പക്ഷം കച്ചുവിൻ്റെ ബാലൻസ് ഞാൻ തന്നെ കുടിക്കേണ്ടി വരും കേട്ടോ. കച്ചുവിന് സ്ട്രോബെറി ജ്യൂസൊന്നും അത്ര വലിയ ഇഷ്ടമില്ല. സ്ട്രോബെറി ജ്യൂസ് എന്നല്ല, കച്ചുവിന് ജ്യൂസിനോടൊന്നും അത്ര വലിയ താല്പര്യമില്ല കേട്ടോ. പിന്നെ അകത്തോട്ട് കയറി കഴിഞ്ഞാൽ ഇതുപോലെയാണ് കേട്ടോ. ഒരുപാട് നടക്കാനൊക്കെ ഉണ്ട്. പിന്നെ സൈഡിലായിട്ട് ഇരിക്കാനുള്ള സ്പേസൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ അകത്തോട്ട് കയറി കഴിഞ്ഞാൽ ഇതിനെന്താ പറയാന്നറിയില്ല. ഓരോ റൂം പോലെ തിരിച്ചിട്ടുണ്ട് ഭക്ഷണം കഴിക്കാനായിട്ട്. ഒരു റൂമായിട്ട് എടുക്കണം എന്നുള്ളവരാണെങ്കിൽ അങ്ങനെയും അവൈലബിൾ ആണ്. എല്ലാം നല്ല ക്ലീൻ ആയിട്ട് സെറ്റ് ചെയ്തിട്ടുമുണ്ട്. എനിക്ക് ഏറ്റവും ഉപകാരമായിട്ട് തോന്നിയത് ഇതിൻ്റെ നമ്മൾ കയറി വരുന്ന ഭാഗത്ത് തന്നെ ഡോറുണ്ട്. അപ്പോൾ നമുക്കത് ക്ലോസ് ചെയ്തിട്ടാൽ മക്കൾക്കൊന്നും പുറത്തേക്ക് ഇറങ്ങി പോകാൻ പറ്റില്ല. നമുക്ക് സമാധാനത്തിലിരുന്ന് ഭക്ഷണം കഴിക്കാം. പിന്നെ എന്നെപ്പോലെ തന്നെ കച്ചുവും ഒരു മന്തിപ്രേമി ആയതുകൊണ്ട് എനിക്ക് വലിയ പ്രശ്നമില്ല. കച്ചു ഇരുന്ന് കഴിച്ചോളും കേട്ടോ. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ജ്യൂസ് ഇതാ എൻ്റെ തലയിലൊട്ട് തന്നെ വന്നിട്ടുണ്ട്. എനിക്ക് സ്ട്രോബെറീൻ്റെ ജ്യൂസ് അത്ര വലിയ ഇഷ്ടമില്ല. അതുകൊണ്ട് ഞാൻ എന്താ കുറച്ച് കുടിച്ച് അവിടെ ബാക്കി വെച്ചിട്ടുണ്ട്. ഇന്ന് കേട്ടപ്പോൾ ശരിക്ക് കൈ കഴുകേണ്ടതൊക്കെ മറന്നു പോയിട്ടുണ്ടായിരുന്നു. പിന്നെ ഞങ്ങളത് ചെരുപ്പൊക്കെ അയച്ചു വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ചെരുപ്പൊക്കെ ഇട്ട് നേരെ കൈ കഴുകാൻ പോയി. അപ്പോഴേക്കും മന്തി. സാധാരണ ഇത് കണ്ടാൽ ഞാൻ വീഡിയോസൊക്കെ എടുക്കാൻ മറന്നു പോകുന്നതാണ്. ഇത്തവണ ഞാൻ എന്തായാലും അത് വിട്ടുപോവാണ്ട് എടുത്തിട്ടുണ്ട്. അറബിക് റെസ്റ്റോറൻ്റ് ആയതുകൊണ്ട് തന്നെ ഇവിടെ മയോണൈസോ അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ. ടൊമാറ്റോൻ്റെ അവരെ ഒരു ഇതുണ്ടല്ലോ, എന്താ പറയുക എനിക്കറിയില്ല. ആ ഒരു സംഭവം എന്തായാലും ഉണ്ട്. കുറേ നേരത്തെ പരിശ്രമത്തിന് ശേഷം നമ്മുടെ മന്തി ഇത് ഇവിടെ കാലിയായിട്ടുണ്ട്. പോകുന്ന വഴിക്ക് ഇതുപോലെ ബ്ലാക്ക് ടീ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ ലിജിയാട്ടിന് ഇത് എടുത്തിട്ടുണ്ട്. പിന്നെ മക്കൾക്ക് ആലിക്കും കച്ചനും ബ്ലാക്ക് ടീ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അവർക്കുള്ളതും ഞാൻ കരുതിയിട്ടുണ്ടായിരുന്നു. ഒരു വ്യാഴാഴ്ച ദിവസം ആയതുകൊണ്ട് തന്നെ ഇനി പോയി നേരെ നല്ലൊരു ഉറക്കം ഉറങ്ങിക്കഴിഞ്ഞാൽ ഇന്നത്തെ പരിപാടിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ട ഉറപ്പായിട്ട് ലൈക്ക് തരാൻ മറക്കണ്ട. ടാറ്റാ ബൈ, സീ യു.